എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് കൊർലൈ ഫോർട്ട് ആണ്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു പാർട്ട് 1 വീഡിയോ ചെയ്തായിരുന്നു. അപ്പം അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും അതിമനോഹരമായ ഒരു സ്ഥലമാണ്. അറബിക്കടലിന്റെ തീരത്ത് ചരിത്ര നിർമ്മിതികളോടൊപ്പം ചേർന്നു കിടക്കുന്ന കൊർലൈക്കോട്ട പുരാതന സ്ഥലങ്ങളെ സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ്. ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ ഒരു കൊളോണിയൻ കോട്ടയാണ് കൊർലൈക്കോട്ട. ഈ കോട്ട നിർമ്മിച്ചത് 1521 ഡോം ഫിലിപ്പെ മസ്കരനാസ് എന്ന വ്യക്തിയാണ് ഇത് നിർമ്മിച്ചത്. കോട്ടകൾ ഏതൊരു രാജ്യത്തിൻ്റെയും ചരിത്രത്തിലെ പ്രധാന ഭാഗമാണ്. ഇന്ത്യയുടെ ജീവിതശൈലിയും സംസ്കാരവും പ്രകടമാകുന്ന ഈ ചരിത്ര കോട്ടകളിൽ ഒന്നാണ് കൊർലൈക്കോട്ട. 1521 അഹമ്മദ് നഗർ സുൽത്താനേറ്റിന്റെ ഭരണത്തിൻ കീഴിൽ പോർച്ചുഗീസുകാരാണ് കൊർലൈക്കോട്ട പണിതത്. കൊർലൈ മുതൽ ബാസീൻ വരെ വ്യാപിച്ചു കിടക്കുന്ന തങ്ങളുടെ പ്രദേശം മറ്റ് ആക്രമണകാരികളിൽ നിന്ന് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത പോർച്ചുഗീസുകാർക്ക് തോന്നിയപ്പോഴാണ് അത് ചിത്രത്തിലേക്ക് വന്നത്. അഹമ്മദ് നഗർ സുൽത്താനേറ്റിലെ രാജാക്കന്മാരുടെ സ്വത്തായിരുന്നിട്ടും പോർച്ചുഗീസുകാർ കോട്ട കീഴടക്കാനുള്ള അവസരം തേടുകയായിരുന്നു. ഒടുവിൽ 1594 ഒരു പോർച്ചുഗീസ് ക്യാപ്റ്റൻ 3000-ലധികം ആളുകളുമായി അഹമ്മദ് നഗർ സുൽത്താനേറ്റിനെതിരെ പോരാടി. പിന്നീട് പോർച്ചുഗീസുകാർക്ക് അവരുടെ ചെറിയ സൈന്യം കാരണം കോട്ട പിടിച്ചെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ അത് നശിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനാൽ കേടുകൂടാത്ത ചില ഘടനകളുള്ള കൊർലൈക്കോട്ടയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇന്ന് കാണാനാകൂ. ചെറിയൊരു കുന്നിൻ മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ സസ്യങ്ങളാലും ചില ബീച്ചുകളാലും ഇത് ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ കോട്ടകളിലൊന്നാണ് കൊർലൈക്കോട്ട. അതിനാൽ മഹാനായ ശിവാജിയുടെ മകൻ സാംഭാജിക്ക് പോലും കോട്ട കൈവശപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നും പറയപ്പെടുന്നു. തീർച്ചയായിട്ടും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ കൊർലൈക്കോട്ട. ഇതിൻ്റെ അകത്തൂടെ കാണുവാൻ നിരവധി സ്ഥലങ്ങളുണ്ട്. മാത്രമല്ല ചരിത്രത്തെക്കുറിച്ച്
തീർച്ചയായിട്ടും കൂടുതൽ അറിയുവാൻ സാധിക്കും. അറബിക്കടലിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന കൊർളൈ കോട്ടയുടെ മുകളിൽ നിന്ന് ചുറ്റുപാടുകളുടെ വിശാല ദൃശ്യങ്ങളും ആസ്വദിക്കാൻ സാധിക്കും. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് മനോഹരമായ വ്യൂ ആണ് സമ്മാനിക്കുന്നത്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കൊർളൈ ഗ്രാമവും കാണാൻ സാധിക്കും. ഏഴായിരം കുതിരകളും ആയിരക്കണക്കിന് പട്ടാളക്കാരും സൈന്യത്തിനു വേണ്ടി നിർമ്മിച്ച ഒരു പള്ളിയും ഇവിടെ ഉണ്ടായിരുന്നു. കൊർളൈ കോട്ടയുടെ ചുവരുകളിൽ നിരവധി ലിഖിതങ്ങളും കാണുവാൻ സാധിക്കും. എന്ത് മനോഹരമായ ചുറ്റുപാടുകളാണല്ലേ ഈ കൊർളൈ കോട്ടയ്ക്ക് ചുറ്റും. കൊർളൈ ഫോർട്ട് അതിമനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. അപ്പം ഈ സ്ഥലം വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കൊർളൈ ഫോർട്ടിലേക്ക് എത്തിച്ചേരുവാൻ വിമാനമാർഗമാണെങ്കിൽ കൊർളൈ ഫോർട്ടിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം 120 കിലോമീറ്റർ അകലെയുള്ള മുംബൈയിലാണ്. എയർപോർട്ടിൽ എത്തിയ ശേഷം കൊർളൈ ഫോർട്ടിലേക്ക് ഒരു ക്യാബ് വാടകയ്ക്കെടുക്കാം. റെയിൽ മാർഗം എത്തുവാനാണെങ്കിൽ കൊർളൈ ഫോർട്ടിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള പെൻ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊർളൈ ഫോർട്ടിലേക്ക് ഒരു ക്യാബ് വാടകയ്ക്കെടുക്കാം. റോഡ് മാർഗം എത്തുവാനാണെങ്കിൽ കൊർളൈ കോട്ട നഗരങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും റോഡ് മാർഗം നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. ധാരാളം ടൂറിസം സാധ്യതകളുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ കൊർളൈ ഫോർട്ട്. Tell me why you have to seem so distant when I'm
വൈഭവ് ആൻഡ് ഫോട്ടോ. പ്രകൃതിയുടെ ഒരു മാന്ത്രികത തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇത് മനോഹരമാണ് ഓരോ സ്ഥലങ്ങളും. അപ്പം ഇവിടെ നമ്മൾ താഴെ വരെ എത്തിയിരിക്കുന്നത്.
ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്